നമസ്കാരം. ഇതൊരു ഹോൾ വീഡിയോ ആണ്, ഡ്രസ്സുകളുടെ ഹോൾ വീഡിയോ. ഇന്നത്തെ ഹോൾ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സുകൾ മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. കുർത്തകളുണ്ട്, അനാർക്കലി കുർത്തകളുണ്ട്, പിന്നെ ഫുൾ സെറ്റ് ഡ്രസ്സുകളുണ്ട്, കുർത്ത, പാൻറ്, ദുപ്പട്ട, അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് കാണാം. നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഒരു അനാർക്കലി കുർത്തയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കുർത്ത. എനിക്കിതിൻ്റെ കളറാണ് കൂടുതൽ ഇഷ്ടമായത്. നല്ല കളറല്ലേ, നല്ലൊരു ഗ്രീൻ കളറ്. അപ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള കുർത്തിയാണ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കോളർ ടൈപ്പ് ഡ്രസ്സാണ്. 3/4 ആണ് കൈ. പിന്നെ മൊത്തം ഈ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ പ്രിൻ്റ് ഉണ്ട്, വൈറ്റ് കളർ പ്രിൻ്റ് ഉണ്ട്, പിന്നെ ഓറഞ്ച് കളർ പ്രിൻ്റ് ഉണ്ട്. മൊത്തം ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഈ ഒരു പ്രിൻ്റാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ സ്ലിറ്റ് വന്നിട്ടുണ്ട്, താഴോട്ട് ഇങ്ങനെ ഓപ്പൺ സ്ലിറ്റ് വന്നിട്ടുണ്ട്. കാഫ് ലെങ്ത്തോളം വരുന്നുണ്ട് കുർത്ത. അനാർക്കലി കട്ട് കണ്ടോ, ഇവിടെ അനാർക്കലി കട്ട് ഉണ്ട്. അവിടെ നല്ല ഷേപ്പ് ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, ഇട്ട് കഴിഞ്ഞാൽ ഒതുങ്ങി നിൽക്കും. അങ്ങനെ തടിയുള്ളവരാണെങ്കിൽ പോലും നല്ലോണം ഒതുങ്ങി നിൽക്കും ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഒരു കളറ് എന്താ പറയുക, നമ്മുടെ കളറിനെ ഒന്നുകൂടെ ബ്രൈറ്റ് ആക്കുന്ന ടൈപ്പ് ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മാസ്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഈ ഡ്രസ്സും കൂടെ മാസ്ക് ഇടാം. ഈ ഗോൾഡൻ പ്രിൻ്റൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിതൊരു പാർട്ടി വെയർ ആക്കാം, ഫെസ്റ്റീവ് വെയർ ആക്കാം. വെഡിങ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ്. അല്ല നോർമൽ യൂസിന് വേണമെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ക്രീം കളർ ലെഗിങ്സോ അല്ലെങ്കിൽ എന്താണ് കാപ്രിയോ നമുക്ക് മാച്ച് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇതിൻ്റെ ആ ഒരു കളറ്, നല്ലൊരു കളറ്. പിന്നെ എന്താണ്, കൈ നമ്മൾ നേരത്തെ പറഞ്ഞു തോന്നുന്നു 3/4 ആണ് കൈ. സ്ട്രേറ്റ് ഫിറ്റാണ്, ഐ മീൻ റെഗുലർ ഫിറ്റാണ്. ഞാൻ ഇതാ സൈസ് എടുത്തത്, ഞാൻ ലാർജ് സൈസാണ് എടുത്തത്. എനിക്ക് ഇത്തിരി ലൂസാണ്, പക്ഷെ എന്നാലും എന്താണ് നല്ല എനിക്കിഷ്ടപ്പെട്ടു, ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 689 ആണ്. 689 ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലാഭമാണ്. കാരണം നമുക്കിതൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ്. അപ്പോൾ ആ ഒരു റേറ്റിന് ഇത് വേർത്താണ് കേട്ടോ. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, പ്രത്യേകിച്ച് ഈ ഒരു കളറ്. വാങ്ങിച്ചത് ഒരു കുർത്ത ട്രൗസർ സെറ്റ് ഡ്രസ്സാണ്. ഇത് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. നല്ല എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ലുക്കുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. നല്ല പിങ്ക് കളറിലുള്ള സെറ്റാണ് കേട്ടോ. ഇതാണ് സെറ്റ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് ഇവർ പറയുന്നത് വിസ്കോസ് ആണെന്നാണ്. ഒരു കുറച്ചൊരു ഷൈനിങ് ഉള്ള ഒരു ക്ലോത്താണ്, കുറച്ചൊരു സിൽക്ക് പോലെയുള്ള ക്ലോത്ത്. അപ്പോൾ ഇതാണ് കുർത്ത. കണ്ടോ, കുർത്തയുടെ യോക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഡിസൈനേ ഉള്ളൂ ഇതിൽ പറയാനായിട്ട്, ഈ ഒരു ഡിസൈനാണ്. ബാക്കിയൊക്കെ സോളിഡ് പാറ്റേൺ ആണ്. കണ്ടോ, കൈയൊക്കെ കണ്ടോ, കൈ ഇത്ര വരെ വരും. എന്നിട്ട് കൈയുടെ അറ്റത്ത് ഇതുപോലെ നാടൊക്കെ ഉണ്ട്. ഇത് ഫിക്സ് ആക്കിയിട്ടാണ് ഇങ്ങനെ കെട്ടിയിട്ട് തന്നെ. പിന്നെ ചെറിയൊരു പഫ് പോലെ ഉണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. ബാക്കിയൊക്കെ പ്ലെയിൻ സോളിഡ്. ഞാൻ നേരത്തെ പറഞ്ഞു സോളിഡ് പാറ്റേൺ. സ്ട്രെയിറ്റ് കുർത്തിയാണ്, റെഗുലർ ഫിറ്റാണ്, സൈഡ് സ്ലിറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം സിമ്പിളാണ്, പക്ഷെ എന്തോ ഒരു ഭംഗിയുണ്ട്. പിന്നെ ട്രൗസർ അറിയാലോ, ലെങ്ത്ത് കുറവായിരിക്കും, ആങ്കിൾ ലെങ്ത്തിനേക്കാളും കുറവായിരിക്കും. ഇതിൻ്റെ അറ്റത്ത്, പാൻറ്റിൻ്റെ അറ്റത്ത് ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലേസ് വർക്ക്, ഗോൾഡൻ ലേസ് വർക്ക്. പാൻറ് നോർമൽ, ഐ മീൻ ഒരു സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇങ്ങനെയാണുള്ളത്. നല്ല പാൻറ്റൊക്കെ നല്ല ഫിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള അവിടെ ഇവിടെയും ഇറുകി കിടക്കുന്ന പാൻറ്റൊന്നും അല്ല, നല്ല പാൻറ്റാണ്. കുർത്തയിൽ എനിക്ക് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. നെക്ക്
ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ, വേറെ ഇല്ല, ഇവിടെ മാത്രമേ ഒരു ബട്ടൺ ഉള്ളൂ. നെക്ക് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പ്രൈസി ആയിട്ടുള്ള ഡ്രസ്സ് ഇതാണ്. 899 ആണ് ഇതിൻ്റെ റേറ്റ്. ഇപ്പോഴും അതേ റേറ്റ് എന്നാണ് തോന്നുന്നത്, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, അതേ റേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇത് ആ ഒരു റേറ്റിനുണ്ട് കേട്ടോ. ഈ ഒരു ക്ലോത്തും അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആ ഒരു റേറ്റിന് വേർത്താണ്. നമുക്ക് പാർട്ടി ഫെസ്റ്റീവ് വെയറൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ ജ്വല്ലറീസ് കൂടെ, നല്ല ജ്വല്ലറീസൊക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഇയറിങ്സ് ഒക്കെ മാച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. എനിക്കിഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഇതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു കംപ്ലീറ്റ് സെറ്റാണ്. കുർത്തയും പാൻറ്റും ദുപ്പട്ടയും അടങ്ങിയിട്ടുള്ള ഒരു ഫുൾ സെറ്റ്. ഗ്രേ കളറിലുള്ള കുർത്ത, യെല്ലോ കളറിലുള്ള പാൻറ്റും ദുപ്പട്ടയും. ഇത് ഫുൾ എന്താ പറയുക, ഗോൾഡൻ പ്രിന്റ് ആണ്. ഫുൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഗോൾഡൻ പ്രിന്റ് ആണ്. സെയിം പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കഴുത്ത് കണ്ടോ, റൗണ്ട് നെക്കാണ് കഴുത്ത്, പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3/4 ആണ് കൈ. പിന്നെന്താണ്, സ്ട്രെയിറ്റ് കുർത്തിയാണ്, റെഗുലർ ഫിറ്റ് ആണ്, സൈഡ് സ്ലിറ്റ്സ് ഒക്കെ ആയിട്ടുള്ള സ്ട്രെയിറ്റ് കുർത്ത, നല്ല ലെങ്തി ആയിട്ടുള്ള കുർത്തിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ ആണ്. പിന്നെ ഇതിൻ്റെ പാൻറ് നോർമൽ പ്ലാസോ പാൻ്റാണ്, ഫുൾ ഇലാസ്റ്റിക് ആണ്. ഇത് ഫുൾ ഇലാസ്റ്റിക് ആണ്. ഇതും കോട്ടൺ തന്നെയാണ്. പാൻറ്റിന് കാര്യമായിട്ട് ഡിസൈൻ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള പാൻ്റാണ്. പിന്നെ എന്താ പറയുക, ദുപ്പട്ടയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. കണ്ടോ, ഈ നമ്മുടെ ടോപ്പ് ഇവിടെ വരെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ദുപ്പട്ടയിൽ. അവിടെ ഇവിടെയല്ല, സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡിസൈൻ കാണുന്നത്, പാൻറ്റിൻ്റെ ക്ലോത്ത് എടുത്ത് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, നേരിയ ടൈപ്പ് ദുപ്പട്ടയാണ്. നേരിയ മീൻസ് നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചില ചുരിദാറിനൊക്കെ കാണാറില്ലേ, ഒരു നേരിയ ടൈപ്പ്, അവിടെ എവിടെയും കൊളുത്തി വലിയുന്ന അത്ര നേരിയതല്ല, അതിനേക്കാളും കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ദുപ്പട്ട. ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉള്ള ദുപ്പട്ട തന്നെയാണ്, നല്ല യെല്ലോ കളറിലുള്ള. അപ്പം ഞാനിത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 659 ആണ്. 659 ഫുൾ സെറ്റ് കിട്ടുക എന്ന് പറയുന്നത് നല്ല ലാഭമാണ്. കാരണം ഈ ഗോൾഡൻ പ്രിൻ്റ് ഒക്കെ ഉള്ള ഡ്രസ്സാണ്. സാധാരണ ഇങ്ങനത്തെ ഗോൾഡൻ പ്രിൻ്റ് നമ്മൾ നോർമൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഒക്കെ കാണും. അപ്പോൾ നമുക്കിത് ഒരു എന്താ പറയുക, ഫെസ്റ്റീവ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. വേണേൽ നോർമൽ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു റേറ്റിന് ഫുൾ സെറ്റ് കിട്ടുമെന്ന് പറയുന്നത് ഒരുപാട് ലാഭമാണ്. മാത്രമല്ല നല്ലൊരു കളർ കോമ്പിനേഷനുമാണ്. ഗ്രീൻ യെല്ലോ കളർ കോമ്പിനേഷൻ നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ട്. ഈ ഒരു ടോപ്പിൽ മാത്രമേ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളാണ്. എനിക്കിഷ്ടമായി ഇതിൻ്റെ ആ ഒരു കളറും എന്താ പറയുക, ആ ഡിസൈനും കാര്യങ്ങളൊക്കെ. അടുത്ത ഡ്രസ്സും ഒരു സെറ്റ് തന്നെയാണ്, പക്ഷെ ദുപ്പട്ടയില്ല, യെല്ലോ കളറിലുള്ള സെറ്റ്. ഇതും കോട്ടൺ ആണ്, ഇതിന്റെ മെറ്റീരിയലും കോട്ടൺ ആണ്. പക്ഷെ എനിക്ക് നേരത്തേതിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഇതാണ് കേട്ടോ. ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇതിന്റെ ടോപ്പ് വന്നിട്ട് അനാർക്കലി കുർത്തിയാണ്, പാൻറ് പ്ലാസോ പാൻ്റാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള യെല്ലോ കളറാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ട്.
എനിക്കിത് സൈസ് വലുതാണ്, പക്ഷെ ഞാനിത് റിട്ടേൺ ചെയ്തിട്ടില്ല. ഈ ഒരു മെറ്റീരിയലും എന്താ പറയുക ഡ്രസ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ടില്ല. എനിക്ക് പുറകിലൊക്കെ നല്ല ലൂസാണ്. ഞാൻ ലാർജ് സൈസാണ് എടുത്തത്, പക്ഷെ എന്നിട്ടും നല്ല ലൂസാണ്. അപ്പം എനിക്ക് തോന്നുന്നു സൈസ് കുറച്ചൊന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലാർജൊക്കെ ലൂസാണ്. അപ്പോൾ കൈ വന്നിട്ട് 3/4 ആണ്. നെക്ക് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്, ചെറിയൊരു വീനക്ക് വന്നിട്ടുണ്ട്. നെക്കിൻ്റെ ഈ ഒരു ഡീറ്റെയിലിംഗ് കണ്ടോ, ഇവിടെ കുഞ്ഞു കുഞ്ഞു പോംപോം വന്നിട്ടുണ്ട്. അത് തന്നെ കൈയുടെ അറ്റത്തും വന്നിട്ടുണ്ട്. ഒരു യെല്ലോ വൈറ്റ് കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രിൻ്റൊക്കെ വന്നിട്ട് വൈറ്റ് ആണ് സംഭവം. നല്ല ലെങ്തി ആയിട്ടുള്ള കുർത്തയാണ് കേട്ടോ. അനാർക്കലി കുർത്ത, അനാർക്കലി കട്ടിന് ശേഷം കുറച്ച് കോട്ടൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ ഇത് റെഗുലർ ഫിറ്റ് ആണ്. നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റിച്ചിങ് ആണ്, നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ടെമ്പിളിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സാണ്. ഇതാണ് പാൻറ്റ് കണ്ടോ, ഇത് ഫുൾ ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. സെയിം ക്ലോത്ത് തന്നെയാണ്, സെയിം ഡിസൈനും കാര്യങ്ങളാണ് പാൻറ്റിലും വന്നിരിക്കുന്നത്. പാൻറ്റിൻ്റെ അറ്റത്തും ഈ കുഞ്ഞു കുഞ്ഞി പോം വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ്. എന്താണ് നമ്മുടെ ഫിറ്റിംഗ് നോക്കിയാലും എല്ലാം സൂപ്പറാണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് 549 ഇത് ചില ടൈമിൽ ഇങ്ങനെ കുറഞ്ഞിട്ടാണ് കേട്ടോ. 400 ആ ഒരു റേഞ്ചിൽ കാണാം, ചിലപ്പോൾ കൂടിയിട്ട് കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിങ്ക് നോക്കിയാൽ മതി കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നോക്കിയാൽ മതി. അടുത്ത ഡ്രസ്സും ഒരു സെറ്റ് തന്നെയാണ്. കുർത്ത പാൻറ് അടങ്ങിയിട്ടുള്ള സെറ്റ്, സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് ഫുൾ റയോൺ മെറ്റീരിയൽ ആണ്. കുർത്ത വന്നിട്ട് എന്താ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് പ്രിന്റഡ് പാറ്റേൺ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ് കണ്ടോ. ബാന്തിനി പ്രിന്റ് ഒക്കെ ആയിട്ടുള്ള കുർത്ത. കൈ വന്നിട്ട് 3/4 ആണ്. കൈയുടെ അറ്റത്ത് കണ്ടോ ഈ ഒരു ഡിസൈൻ ഉണ്ട് കൈയുടെ അറ്റത്ത്. നെക്ക് റൗണ്ട് നെക്കാണ്. ഫ്രണ്ട് ഡിസൈൻ ഇതാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിൽവർ കളർ കൊണ്ടുള്ള ലേസ് വർക്ക്. സ്ട്രേറ്റ് കുർത്തയാണ്, നല്ല ലെങ്ത് ഉള്ള കുർത്തയാണ്. സൈഡ് സ്ലിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും നല്ല സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഇത് റെഗുലർ ഫിറ്റ് ആണ്. അപ്പോൾ പാൻറ് വൈറ്റ് കളറിലുള്ള, വൈറ്റ് അല്ല, പ്യോർ വൈറ്റ് അല്ല കേട്ടോ, ഒരു ഓഫ് വൈറ്റ് കളർ പാൻറ്റാണ്. പാൻറ്റിൻ്റെ ഡിസൈൻ കണ്ടാൽ നമ്മൾ വിചാരിക്കും ട്രാൻസ്പാരൻ്റ് ആണെന്ന്. അങ്ങനത്തെ ഒരു ഡിസൈനാണ് കേട്ടോ. ട്രാൻസ്പാരൻ്റ് അല്ല, ആ ഒരു ഡിസൈൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതും റയോൺ തന്നെയാണ് മെറ്റീരിയൽ. ഫുൾ ഇലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റാണ്. പ്ലാസോ പാൻറ്റ്, നല്ല പാൻറ്റാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ്. കുർത്തയും ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്ത പാൻറ്റ്, നമുക്ക് എന്താണ് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഓഫീസ് കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇനിയിപ്പോൾ ഫെസ്റ്റീവ് വെയർ ആക്കണമെങ്കിൽ അങ്ങനെയും ആക്കാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ 579 ആണ്. 579 ഒരു കുർത്തയും പാൻറ്റും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലാഭമാണ്. കാരണം ഇങ്ങനത്തെ ടൈപ്പ് സെപ്പറേറ്റ്, അതായത് ഇങ്ങനത്തെ ടൈപ്പ് പ്ലാസോ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കാണും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു റേറ്റിന് ഈ കുർത്ത പാൻറ് സെറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ലാഭമാണ്. നമ്മുടെ ലാസ്റ്റ് കുർത്തയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ്, അതേസമയം തന്നെ നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ്. നമ്മുടെ ഫസ്റ്റ് കാണിച്ച ആ ഒരു കളറില്ല, ആ ഒരു ഗ്രീൻ കളറിൻ്റോട് അടുത്ത് നിൽക്കുന്ന ഒരു കളറാണ്. ഫ്ലോറൽ പാറ്റേൺ ആണ്, ഫുൾ ആ ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഒരു അനാർക്കലി ടൈപ്പ് കുർത്തിയാണ് ഇതും. കോട്ടൺ മെറ്റീരിയൽ, നല്ല മെറ്റീരിയലാണ്. ഇട്ട് കഴിഞ്ഞാലും എന്താ പറയുക നല്ല കംഫർട്ടബിൾ ആണ്.
ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഗ്രീനും പിങ്കും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ബോൾ പോലെയുള്ള ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ പിങ്ക് കളറുള്ള പാൻറ്റുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഞാനിതിന് ഇതിട്ടിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഞാൻ ഫോട്ടോസ് ഇതിൽ ഞാൻ കാണിക്കാം, സൈഡിൽ കാണിക്കാം. അപ്പോൾ ഞാൻ പ്ലാസോ പാൻറ്റുമായിട്ടാണ് മാച്ച് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട്. ലെഗിങ്സിനേക്കാളും കൂടുതൽ പ്ലാസോ ആണ് തോന്നുന്നത് ഇതിന് മാച്ച് ആവുന്നത്. പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. ഈ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. എനിക്ക് തോന്നുന്നു ഈ കളർ ഇപ്പം എനിക്ക് കുറേ ആയി. കാരണം നമ്മൾ എന്താ പറയുക, സൈഡിൽ കാണുമ്പോൾ വേറൊരു ഗ്രീൻ കളറാണ് കണ്ടത്, പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ഈ ഒരു ഗ്രീൻ കളറാണ് കിട്ടിയത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. കളർ എനിക്ക് തോന്നുന്നു ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളർ ചേഞ്ചൊക്കെ വരാം. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിൻ്റെ കൈ 3/4 ആണ് കൈ. നെക്ക് റൗണ്ട് നെക്കാണ്. കൈയുടെ അറ്റത്തൊക്കെ പൈപ്പിംഗ് വന്നിട്ടുണ്ട്. സിമ്പിളാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 474 474 ഒരുപാട് ലാഭമാണ്, വേർത്താണ് സംഭവം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്രസ്സുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്ന് നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പർട്ടിക്കുലർ പ്രൊഡക്റ്റിലോട്ടേക്ക് പോകും കേട്ടോ. പലരും ഇതിൻ്റെ ലിങ്ക്സിനെ പറ്റി ചോദിക്കാറുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ചപ്പലുകളാണ്. എനിക്കും ഒരെണ്ണം വാങ്ങിച്ചു, ഹസ്ബൻഡിനും ഒരെണ്ണം വാങ്ങിച്ചു. സാധാരണ നമ്മൾ തന്നെയല്ലേ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഹീൽസാണ്. ഞാൻ അങ്ങനെ ഹീൽസ് പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷൂട്ടൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി ഈ ഹോൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ട്രൈ ഓൺ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് സംഭവം. നല്ലൊരു കളറല്ലേ, നല്ല പിങ്ക് കളറ്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. വലിയ ഹീലൊന്നുമില്ല, എന്നാലും എന്നെ സംബന്ധിച്ച് ഇതൊരു ഹീല് ഉണ്ട്. ഹീല് എന്താ പറയുക, കുറച്ചൊരു ഹീലുണ്ട്. ഞാൻ ബ്ലോക്ക് ഹീലാണ് എടുത്തത്, കാരണം ഇതൊക്കെയാണ് എനിക്ക് കംഫർട്ടബിൾ. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് എനിക്ക് പാകമാവോ, എൻ്റെ കാലിന് ഫിറ്റ് ആവോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ഓക്കെയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 379 ആണ്. 379 ഇങ്ങനത്തെ ടൈപ്പ് എന്താ പറയുക ഹീൽസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലാഭമാണ്. പിന്നെ ആകെയുള്ളത് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇത് ഇടുന്ന രീതി, ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ സൈഡിൽ കാണിക്കാം. നമ്മൾ സാധാരണ ഇടുന്ന പോലെയല്ല ഇതിൻ്റെ ഒരു ക്ലോഷർ വന്നിട്ടുള്ളത്. വൺസ് നമ്മളത് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാം കേട്ടോ. ഡയറക്റ്റ് ഊരിയെടുത്തിട്ട് നമുക്ക് സാധാരണ പോലെ ഇടാം. പക്ഷെ ഇത് സെറ്റാക്കാൻ അറിയണം, ആ ഒരു കുഴപ്പമേ ഉള്ളൂ. അതർവൈസ് ഇത് ഓക്കെയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് റിട്ടേൺ ചെയ്യണമെന്ന്, കാരണം ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, സാധാരണ നമ്മൾ കാണുന്ന പോലെയല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനത് പഠിച്ചെടുത്തപ്പോൾ റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് നോർമലായ രീതിയിൽ ഇത് അഴിച്ചെടുത്തിട്ട് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു റേറ്റിന് ഇത് വേർത്താണ്. അയ്യോ, ഈ ഒരു റേറ്റിന് വേർത്താണ്. 379 എപ്പോഴും ഈ റേറ്റ് തന്നെയാണ് ഇതിന് കാണാറുള്ളത് കേട്ടോ, ചേഞ്ച് ആവാറില്ല. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ ഹസ്ബൻഡിന് വാങ്ങിച്ചത് ഈ ഒരു സ്നീക്കേഴ്സാണ്, നേവി ബ്ലൂ. ഇത് വാങ്ങിക്കുമ്പോൾ ഇതിന് 699 ആണ്. ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, കാരണം ഇത് സെയിലിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ്. പുള്ളിക്കാരൻ ഇട്ടിട്ട് കംഫർട്ടബിൾ ആണെന്നാണ് പറഞ്ഞത്. ഞാനിത് ഇതിൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നല്ല കംഫർട്ടബിൾ ആണ്, കുഴപ്പമില്ല. സോളും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, മെറ്റീരിയലൊക്കെ ഓക്കെയാണ്, നല്ലതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സെൻട്രിനോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സ്നീക്കേഴ്സാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയിട്ടുണ്ട് സോഫ്റ്റ് ആൻഡ് കംഫർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റിനെ പറ്റി എനിക്ക് പറയാനറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അവരുടെ ജെൻസിൻ്റെ ഒക്കെ പ്രൊഡക്ട്സിനും നമ്മുടെ പോലെ തന്നെ റേറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇത് സെലക്ട് ചെയ്തത്. അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് പ്രൊഡക്റ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാമല്ലോ.
പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, ഹെൽപ്പായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.